പാലക്കുഴിയിൽ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനും പാലക്കുഴി വെള്ളച്ചാട്ടത്തെ സുരക്ഷിതമായ വിനോദസഞ്ചാര കേന്ദ്രമായി വികസിപ്പിക്കാനും നടപടികൾ ആസൂത്രണം ചെയ്യുന്നതിന്റെ ഭാഗമായി എംഎൽഎ ടി.എം. ശശിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം പാലക്കുഴിയുടെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള വിവിധ പദ്ധതികളും യോഗത്തിൽ ചർച്ചയായി. ഓഗസ്റ്റ് ആദ്യവാരത്തിൽ പാലക്കുഴി വെള്ളച്ചാട്ടത്തിൽ വീണ് കോയമ്പത്തൂർ സ്വദേശിനി മരിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ചർച്ച നടന്നത്. പ്രകൃതി ഭംഗി ആസ്വദിക്കാനായി നിരവധി സഞ്ചാരികൾ എത്തുന്ന ഇടമാണ് പാലക്കുഴി. എന്നാൽ വെള്ളച്ചാട്ടത്തിന്റെ സ്വാഭാവിക ഭൂപ്രകൃതിയും അപകട സാധ്യതയുള്ള മേഖലകളും കണക്കിലെടുത്ത് കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ അനിവാര്യമാണെന്ന അഭിപ്രായമാണ് യോഗത്തിൽ ഉയർന്നത്. പാലക്കുഴിയിലെത്തുന്ന സഞ്ചാരികളുടെ കൃത്യമായ വിവരശേഖരണം നടത്തുന്നതിനുള്ള സംവിധാനമാണ് പ്രധാനമായി പരിഗണിച്ചത്. സഞ്ചാരികളുടെ എണ്ണം, പ്രവേശന സമയം തുടങ്ങിയ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും സഹായകരമാകും. സുരക്ഷാ നിരീക്ഷണം ശക്തമാക്കുന്നതിനായി CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നതും യോഗത്തിൽ ചർച്ചയായി. അപകട സാധ്യതയുള്ള മേഖലകളിൽ നിരീക്ഷണം ശക്തമാക്കുന്നതിനൊപ്പം സഞ്ചാരികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിനുള്ള സംവിധാനങ്ങളും ഒരുക്കേണ്ടതിന്റെ ആവശ്യകത യോഗം ചൂണ്ടിക്കാട്ടി. നമ്മൾ ഇത്തരം ഒരു അപകടം സംഭവിച്ചതിന്റെ പേരിൽ വിലക്കുക എന്നുള്ളതല്ല, മറിച്ച് ഇത്തരം ഒരു സംഭവം ഇനി ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ്. ജനപ്രതിനിധികളാണെങ്കിലും ഭരണ സംവിധാനമാണെങ്കിലും മറ്റെല്ലാം ചേർന്ന് ചെയ്യേണ്ടത് ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലെടുക്കുക. അതിന് മുൻകരുതലെടുക്കാൻ ഒരുപക്ഷെ MLA എന്ന നിലയിൽ ഞാൻ അവിടെ ഇരുന്നൊരു പ്രൊജക്ട് തയ്യാറാക്കുകയോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഇവർ അവിടെ ഇരുന്നൊരു കാര്യങ്ങൾ തീരുമാനിക്കുകയോ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഈ സ്ഥലത്ത് വന്ന് ഇവിടെയുള്ള നാട്ടുകാരുടെ കൂടി നിർദ്ദേശം സ്വീകരിച്ച് ജനപ്രതിനിധികളുടെ നിർദ്ദേശമെടുത്ത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ഫോറസ്റ്റിന്റെ എല്ലാം നിർദ്ദേശം സ്വീകരിച്ച് ഇത്തരം ഒരു പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കും പ്രദേശത്തിന് ഗുണകരം എന്നതുകൊണ്ടാണ് ഇത്തരമൊരു യോഗം നമുക്ക് ഇവിടെ വിളിക്കാൻ ആലോചിച്ചത്. വെള്ളച്ചാട്ടം സുരക്ഷിതമായി ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിൽ കൈവരികളും സുരക്ഷാ വേലികളും സ്ഥാപിക്കുന്നതിനെക്കുറിച്ചും അഭിപ്രായമുയർന്നു. പിന്നെ ഇവിടെ ആരെങ്കിലും ഈ ആൾക്കാർ വരുമ്പോൾ അവരെ നോക്കാനുള്ള ഒരു സെക്യൂരിറ്റി പോലെ എന്തെങ്കിലും സംവിധാനം, അങ്ങനെയൊക്കെ ഒരു ഐഡിയ ആണ് എൻ്റെ മനസ്സിലുള്ളത്. വേലിയ വെള്ളം ഒത്തിരി വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾഭാഗത്തായിട്ട് നിരപ്പൊഴുകി ചെല്ലുന്ന അവിടെ നിന്ന് എന്തെങ്കിലും ഇതുപോലൊരു അവസ്ഥ ഉണ്ടായാൽ ഒന്ന് തടഞ്ഞു നിൽക്കാനുള്ളൊരു സമയം, പിടിച്ചു നിൽക്കാനുള്ള ക്രോസ് ആയിട്ടൊരു സംവിധാനം, അതാണ് നമ്മുടെ ഒരു ഐഡിയ. അപകട സാധ്യതയുള്ള ഭാഗങ്ങളിലേക്ക് സഞ്ചാരികൾ പ്രവേശിക്കുന്നത് നിയന്ത്രിക്കുന്നതിനൊപ്പം പ്രകൃതി ഭംഗിക്ക് കോട്ടം വരാത്ത രീതിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന നിർദ്ദേശവും ഉയർന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾ മാത്രമല്ല, പാലക്കുഴിയുടെ വിനോദസഞ്ചാര വികസന സാധ്യതകളും യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തു. നമ്മുടെ ഹെൽത്ത് സെൻ്ററിന് അവിടെയുള്ള ആ സ്ഥലത്ത് ഒരു ചെറാന്ന് വേണമെങ്കിൽ പറയാം, വലിയ കുളം വേണമെങ്കിൽ അങ്ങനെ പറയാം. അതിലൊന്നും അത് കെട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഡാമിലേക്ക് ആവശ്യമുള്ള വെള്ളം, എക്സ്ട്രാ വരുന്ന വെള്ളം മുഴുവൻ അവിടെ സ്റ്റോക്ക് ചെയ്യാം. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുത്തൊഴുക്ക് കുറച്ച് കുറയും, കുത്തൊഴുക്ക് കാര്യമായിട്ട് കുറയും. അപ്പോൾ അതിൻ്റെ ആ കുളം വന്നു കഴിഞ്ഞാൽ ടൂറിസത്തിനനുബന്ധപ്പെട്ടിട്ട് വളരെ വളരെ പ്രയോജനങ്ങളുണ്ട്. ഒന്ന്, അതിന് ചുറ്റുവട്ടമായിട്ട് നമ്മുടെ ചെറിയ ചെറിയ വാണിജ്യ സ്ഥാപനങ്ങൾ, പാലക്കുഴിയുടെ ഉത്ഭവങ്ങൾ, അങ്ങനെയും അല്ലാതെ അതിന് മൂല്യവർദ്ധന വരുത്തിയിട്ടും വിൽപ്പന, ഇതെല്ലാം അതിനോടനുബന്ധിച്ച് വിനോദം, കൊട്ടവഞ്ചി പറഞ്ഞ കാര്യമുള്ള ഇതെല്ലാം ചേർന്നിട്ട് നമുക്ക് ടൂറിസം നല്ല രീതിയിൽ ഡെവലപ്പ് ആവും. ആ ഒരു ഏരിയ നല്ലൊരു ഏരിയ ഉണ്ട്. ഈ കെട്ടിടം പഞ്ചായത്ത് നമുക്കിന്ന് കൂടാൻ സൗകര്യമുള്ള നിലയിലേക്ക് പണിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കല്ലുമുട്ടുമായിരുന്നു, മുമ്പത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. 2-3 കൊല്ലം മാറ്റി വെച്ചിട്ടാണ് ആ ഫണ്ട് ഉപയോഗപ്പെടുത്തി നമ്മൾ ഈ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിന് കുറച്ചും കൂടി ഫണ്ട് പിന്നെയും വെച്ചു. ഇപ്പോൾ പണി പൂർത്തിയായി. എന്തായാലും ടേക്ക് എ ബ്രേക്ക് എന്ന നിലയ്ക്ക് ഇവിടെ ഒരു ഓഫീസ് പോലെ പ്രവർത്തിക്കാം. ഇതൊരു കുടുംബശ്രീക്കോ പ്രത്യേകിച്ച് ഒരു യൂണിറ്റിനോ ചുമതല കൊടുത്താൽ ഒരു ചായക്കട നടത്താം. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, സഞ്ചാരികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുക, പ്രകൃതി സൗഹൃദമായ രീതിയിൽ ടൂറിസം വികസിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പരിഗണനയിലുണ്ടെന്ന് ടി.എം. ശശി MLA പറഞ്ഞു. പാലക്കുഴിയുടെ പ്രകൃതി ഭംഗി സംരക്ഷിച്ചുകൊണ്ട് തന്നെ സഞ്ചാരികൾക്ക് സുരക്ഷിതമായ സമയം ചെലവഴിക്കാൻ കഴിയുന്ന ഒരിടമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. വിനോദസഞ്ചാരികളുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുമെന്നും MLA പറഞ്ഞു. വരുന്ന ടൂറിസ്റ്റുകൾക്ക് സുരക്ഷ ഒരുക്കാൻ ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും യോഗത്തിന് ഉയർന്നു വന്നിട്ടുണ്ട്. ഞങ്ങളിതിരുന്ന് ആലോചിക്കും, ഗ്രാമപഞ്ചായത്തും
MLA എന്ന നിലയിൽ ഞാനും കൂടി ഇരുന്ന് അത് ആലോചിക്കും, എങ്ങനെ വേണം ഇന്ന് ആലോചിക്കും. വന്ന കുറേ കാര്യങ്ങൾ ഇപ്പോൾ അടിയന്തരമായി നടപ്പിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നല്ല എന്താ പറയുക, പാലക്കുഴിയൊക്കെ വരുമെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോഴാണ് ഇറങ്ങുന്നത്. നോക്കുമ്പോൾ അതിമനോഹരമാണ്. കാഴ്ചയിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, കാഴ്ചയിൽ തന്നെ വളരെ മനോഹരമായ വെള്ളച്ചാട്ടം, വഴി, അതുപോലെ തന്നെ പാറയിടുക്ക്, അങ്ങനെ വരുന്നവർക്ക് ഇരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വീണ്ടും വീണ്ടും വരാൻ പറ്റുന്ന അന്തരീക്ഷമുണ്ട് ഇവിടെ. അതുകൊണ്ടാണ് ധാരാളം ആളുകൾ വരുന്നത്. അപ്പോൾ അവർക്ക് സുരക്ഷ കൊടുക്കാൻ ആവശ്യമായ പ്രാഥമികമായ എല്ലാ ധാരണകളും ഞങ്ങളിപ്പോൾ എടുത്തിട്ടുണ്ട്. വരും ഘട്ടത്തിൽ ഏറെ വൈകാതെ തന്നെ അതിൻ്റെ സുരക്ഷ, വരുന്ന ആളുകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യും. അടുത്ത ഘട്ടം എന്നുള്ള നിലയ്ക്ക് പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കാനും കുറച്ചുകൂടി മെച്ചപ്പെട്ട സൗകര്യം ഒരുക്കാൻ വേണ്ടി പ്രാഥമിക ഘട്ടത്തിൽ ആവശ്യമായ ഏർപ്പാടുകൾ വളരെ വൈകാതെ തന്നെ മുന്നോട്ട് പോകും. വലിയ പദ്ധതികളും വലിയ ആഗ്രഹങ്ങളാണ് ഇവിടെ വന്നത്. പക്ഷേ അതൊന്നും പെട്ടെന്ന് നടക്കില്ലെങ്കിലും പ്രാഥമികമായ ടൂറിസം വികസനത്തിൻ്റെ ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കും. ഒപ്പം സുരക്ഷ എന്ന നിലയിൽ പ്രഥമ പരിഗണന നൽകി വളരെ വൈകാതെ തന്നെ ആ സുരക്ഷാ നിർദ്ദേശങ്ങൾ വന്നതെല്ലാം നടപ്പിലാക്കാൻ ആവശ്യമായ ഏർപ്പാടുകൾ MLA എന്ന നിലയിൽ MLAയും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് ചേർന്ന് ആ പദ്ധതികളെല്ലാം ആലോചിക്കും, തീരുമാനിക്കും എന്നതാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PM കലാധരൻ, വാർഡ് മെമ്പർ വിൻസി ജോയ്സ്, മുൻ പ്രസിഡന്റ് S രാധാകൃഷ്ണൻ, മുൻ വൈസ് പ്രസിഡന്റ് V രാധാകൃഷ്ണൻ, മുൻ മെമ്പർ പോപ്പി, ഉദ്യോഗസ്ഥരായ പ്രസാദ് മാത്യു, K അനൂപ് ആനന്ദ്, ഫോറസ്റ്റർ മനോജ് തോമസ് എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.